നമുക്ക് ചുറ്റും അനേക തരം സസ്യങ്ങളുണ്ട്. എല്ലാത്തിൻ്റെ ഒന്നും പേരുകൾ നമുക്ക് അറിയുകയുമില്ല. എന്നാൽ അത്തരം സസ്യങ്ങളിൽ ഒന്നാണ് ഇതും. ഒരു വ്യത്യാസം മാത്രം, ഇവയ്ക്ക് ഹരിതകമില്ല. ഹരിതകമില്ലാത്ത സസ്യം, അതെ, കൂൺ. ഒരു ദിവസം കൊണ്ട് ജനിച്ച് ഒരു ദിവസം കൊണ്ട് നശിച്ചു പോകുന്ന അല്പായുസായ ഹരിതകമില്ലാത്ത സസ്യം. ഇവയ്ക്ക് പ്രാദേശികമായി പലതരം പേരുകളുണ്ട്. അവയൊന്നും എല്ലാമൊന്നും എനിക്കറിയില്ല, എങ്കിലും അറിയുന്നതിനെ പറഞ്ഞു തരാം. കൂണുകൾ അനേക തരമുണ്ടെങ്കിലും ഇവയിൽ ഭക്ഷ്യയോഗ്യമായവ വളരെ കുറച്ച് മാത്രമാണ്. എൻ്റെ നാടായ കണ്ണൂരിൽ കൂണുകൾക്ക് ഇവിടെ പറയുന്ന പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ മാത്രം പറയുന്ന പേര് കുമിൾ എന്നാണ്. ഇത് ദ്രവിച്ചു പോയ മരങ്ങളിൽ വളരുന്ന ഒരുതരം കൂണാണ്. ഇവയിൽ ചില വംശങ്ങളെ ഭക്ഷ്യയോഗ്യമായും ഉപയോഗിക്കുന്നുണ്ട്. ഞാനെങ്ങനെ വരിയാകും, നീ എങ്ങനെ സ്വരമാകും, നാം എങ്ങനെ പ്രിയം. ഇതും ഒരു കൂൺവർഗമാണ്. വളരെ ആകർഷകമായ നിറങ്ങളോട് കൂടിയവ. ഇവയൊന്നും ഭക്ഷ്യയോഗ്യമല്ല. ഇവയിൽ പലതും കടുത്ത വിഷവുമാണ്. ഞാനെങ്ങനെ മൊഴിയാകും, ഒന്നിച്ചൊരു പുഴയാകും. ഭക്ഷ്യയോഗ്യമായ കൂണുകളിൽ ചിലവ ഇവയാണ്: നാമലച്ചിക്കൂൺ, വെട്ടുകാടൻ കൂൺ, കച്ചിക്കൂൺ, അരിക്കൂൺ, പെരുങ്കൂൺ. ഇവയ്ക്കൊക്കെ പ്രാദേശികമായ പേര് വ്യത്യാസങ്ങൾ കണ്ടേക്കാം. മഴവില്ലിൻ വർണ്ണം ചാലിച്ചന്നൊരു നാൾ മിഴിവേകി മനസാകും. പശ്ചാത്തലത്തിൽ കേൾക്കുന്ന സംഗീതം ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ ഗായകനോ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഉടമയോടോ കടപ്പാടോടെ. നല്ല ഇടിയോടുകൂടിയ മഴയുള്ളപ്പോഴാണ് മിക്കപ്പോഴും കൂണുകൾ ഉണ്ടാകുന്നത്. എന്നാൽ വേനൽക്കാലത്തുണ്ടാകുന്ന കൂണുകളുമുണ്ട്. അവയൊന്നും ഭക്ഷ്യയോഗ്യമല്ല എന്ന് മാത്രം. കൂണുകളിലെ വർണ്ണവൈവിധ്യം പോലെ തന്നെയാണ് അവയുടെ രൂപവും. കുത്തുകുടകൾ പോലെ തൊങ്ങലുകൾ തൂക്കിയ കൂണുകളുമുണ്ട്. കാഴ്ചയിൽ അവയൊക്കെ വളരെ ഭംഗിയുള്ളവയുമാണ്. പക്ഷേ കാഴ്ചയിൽ മാത്രമേ ഭംഗിയുള്ളൂ. കനവിനന്ത് ഭാരം, കാഴ്ചയെത്ര ദൂരം, നോവിനന്ത് നീളം. എന്തോ വാരി തൂവിപ്പോയതുപോലെ കാണുന്ന ഇവയും കൂൺവർഗമാണ്. വളരെ ചെറിയ കൂണുകൾ. നേരിട്ടുള്ള കാഴ്ചയിൽ അവയ്ക്ക് ഇത്ര വലിപ്പമേ ഉള്ളൂ. ഞാൻ അല്പം സൂം ചെയ്തതുകൊണ്ടാണ് അല്പം വലിപ്പത്തിൽ കാണാൻ കഴിയുന്നത്. ഇതാണ് സാധാരണയായി നാം ഭക്ഷണാവശ്യത്തിനായി എടുക്കുന്ന ഒരു കൂണുകളിലൊന്നാണിത്. ഇത് അത്ര വ്യാപകമായി ഒന്നും ലഭ്യമല്ല. നല്ല മഴയുള്ളപ്പോൾ വളരെ അപൂർവമായി കിട്ടിയേക്കാം, അത്രയേ ഉള്ളൂ. ഇവയ്ക്കൊക്കെ വിത്തുകളുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ഇതൊന്നും എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ചുവടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഇവയൊക്കെ അപരിചിതമായിരിക്കാം. പക്ഷേ കുറച്ച് പ്രായമായ ആൾക്കാർക്ക് ഓർത്തിരിക്കുന്നുണ്ടാവും. അവരുടെ ഇപ്പോഴും ഉള്ള ഗൃഹാതുരൊത്ത ഓർമ്മകളിൽ കൂണുകളും ഉണ്ടാവും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഭക്ഷണാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൂണുകളാണ് ഇവയൊക്കെ. എൻ്റെ അറിവിൽ ഭക്ഷണാവശ്യങ്ങൾക്ക് എടുക്കുന്നതിൽ ഏറ്റവും ചെറിയ കൂണാണിത്.
ഇതിനെ കച്ചിക്കൂൺ, അരിക്കൂൺ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് വളരെ ചെറുതാണ്. വളരെ അധികം ഉണ്ടെങ്കിലേ ഒരു കുഞ്ഞു കറിക്കുണ്ടാവും. നല്ല മഴ, ഉച്ചയ്ക്ക് ചൂട് കഞ്ഞി, കൂൺകറി, മത്തി വറുത്തതും. ആഹാ! വില്ലേജ് ട്രാവലർ മലയാളം.